ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈക്ക് ഡോണിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 5500 രൂപയ്ക്ക് എങ്ങനെ ഒരു ബേസിക് ഹോം സ്റ്റുഡിയോ സെറ്റ് ചെയ്യാം എന്നുള്ള സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നെ എല്ലാവർക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുത്തത് ഈ ഒരു സാധനങ്ങൾ കൊണ്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം അതിനുള്ള സോഫ്റ്റ്വെയർസ് അതാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ക്യൂബേസ്, പ്രോ ടൂൾസ്, അതുപോലെ തന്നെ ലോജിക് പ്രോ, അതുപോലെ തന്നെ FLV സ്റ്റുഡിയോ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ചെയ്യാനും വോക്കൽ റെക്കോർഡിങ് ചെയ്യാനൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫ്രീ ആയിട്ടുള്ള സിമ്പിൾ സോഫ്റ്റ്വെയർസാണ് പറയുന്നത്. അപ്പം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അപ്പം എങ്ങനെയാണ് പോകാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ പരിചയപ്പെടുന്ന സോഫ്റ്റ്വെയർ ഓഡാസിറ്റി എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയറാണ്. ഇത് നിങ്ങൾക്ക് നെറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വളരെ 25-30 MB അടുത്ത് മാത്രമേ ഇതിൻ്റെ സൈസ് വരുന്നുള്ളൂ. പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് GB ആണ് സൈസ് വരുന്നത്, അതായത് 8GB 10GB അങ്ങനെ വലിയ കോൺഫിഗറേഷനും സിസ്റ്റത്തിന് വേണം. ഇത് നമ്മുടെ നോർമൽ സിസ്റ്റത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. നമുക്ക് എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓഡാസിറ്റി എന്ന് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓഡാസിറ്റി എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഓഡാസിറ്റിയുടെ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫസ്റ്റ് ആയിട്ട് തന്നെ വരും. ഡൗൺലോഡ് ഓഡാസിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ OSൻ്റെ വേർഷൻ ഏതാണ്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് കൊടുക്കുക, അല്ലെങ്കിൽ മാക് ആണെങ്കിൽ ഇവിടെ, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്. വിൻഡോസ് ആയിരിക്കും ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ എഡിഷൻസ് ഉണ്ട്, 10, 8, 7, Vista XP, ഈ ഇത്രയും എഡിഷനിൽ ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഡാസിറ്റി 2.30 ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് ലേറ്റസ്റ്റ് വേർഷനാണ്. ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണാം. ഇതാ 25 MB 2.30 വേർഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നതാണ്. ഇതാ ഇവിടെ താഴെയായിട്ട് ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ ക്യാൻസൽ ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നോർമൽ ഇൻസ്റ്റാളേഷനാണ്. നിങ്ങൾ എല്ലാ സോഫ്റ്റ്വെയർസും ചെയ്യുന്ന പോലത്തെ നോർമൽ ഇൻസ്റ്റാളേഷനാണ്. പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. നെക്സ്റ്റ് കൊടുത്ത് പോവുക, നിങ്ങളുടെ പാത്ത് കാണിച്ചു കൊടുക്കുക, എല്ലാം കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത്, നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മൾ മൈക്കും ഓഡിയോ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് സോഫ്റ്റ്വെയർ ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എല്ലാം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഓൺ ചെയ്യുക. ഇതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസാണ്. വളരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പൗസ് ബട്ടൺ, പ്ലേ ബട്ടൺ, സ്റ്റോപ്പ് ബട്ടൺ, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ബട്ടൺ, ഇതാണ് റെഡ് മാർക്കിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡ് ചെയ്യേണ്ട റെക്കോർഡിംഗ് ഇൻ്റർഫേസ്, ഇവിടെ മൈക്കിൻ്റെ ചിഹ്നം കാണാം. ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ മൈക്രോസോഫ്റ്റ് സൗണ്ട് മേപ്പർ എന്ന് പറഞ്ഞ ഡിഫോൾട്ടായിട്ട് ഇതായിരിക്കും ഉണ്ടാകുക. അപ്പം നിങ്ങൾ ഇവിടെ ഞാൻ എൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്, USB ഓഡിയോ എന്ന് പറയുന്ന ഇൻ്റർഫേസാണ്. അപ്പോൾ അതാണ് സെലക്ട് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ കാണിക്കും. അതേപോലെ തന്നെ നമ്മുടെ റെക്കോർഡിംഗ് ഏതാണോ വേണ്ടത് അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് ഞാൻ വളരെ വേഗത്തിലാണ് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തു പോകാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കുറേ മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ഓരോ ഫംഗ്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വരും. ഓക്കെ, ഇവിടെ നമ്മൾ റെക്കോർഡിങ്ങിൻ്റെ ചാനലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മോണോ, സ്റ്റീരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചാനലായിട്ട് റെക്കോർഡാവും, ലെഫ്റ്റ് റൈറ്റ്. ഇത് സിംഗിൾ എന്ന് പറയുന്നത് മോണോ, സിംഗിൾ ചാനലിൽ റെക്കോർഡാകും. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് മോണോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ വോക്കൽ നമ്മൾ മോണോ റെക്കോർഡിംഗ് ചെയ്യുക, നമ്മുടെ വോക്കലും കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇത്
റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് അത് എവിടെ കേൾക്കണം, എങ്ങനെ കേൾക്കണം എന്നുള്ളതാണ് സ്പീക്കേഴ്സിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ നിങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കർ കൊടുക്കുകയാണെങ്കിൽ ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നൊരു ഉണ്ടാവും. ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് USB ഓഡിയോ കൊഡാക്, അതായത് എൻ്റെ ഓഡിയോ ഇൻ്റർഫേസിൽ കൂടി തന്നെയാണ് ഞാനിതിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെയാണ് ഇതിൻ്റെ ഔട്ട് പോകേണ്ടത്. പിന്നെ നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് സ്പീക്കർ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഹൈ ഡെഫിനിഷൻ ഓഡിയോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഡ്രൈവർ ഏതാണോ അത് ഇവിടെ കാണിക്കും, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ സൗണ്ട് ഡ്രൈവർ ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത് ഇവിടെ കാണിക്കാത്തത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നത്? ആദ്യം ഞാൻ വോക്കൽ റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാം. ഇവിടെ ട്രാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഒരുപാട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ്. പ്രൊഫഷണൽ നമ്മൾ കൊടുക്കുന്ന എഫക്റ്റൊക്കെ തന്നെ വേറെയാണ്. ഇത് പ്ലഗിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ട്രാക്സ് എന്ന് പറയുന്നത് ആഡ് ന്യൂ ട്രാക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വോക്കലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മോണോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മോണോ റെക്കോർഡിങ്ങിൻ്റെ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു സ്പേസ് വന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 4400 ഹെഡ്സിലാണ് ഇവിടെ റെക്കോർഡിങ്. 32 ബിറ്റ് ഫ്ലോട്ട് വേർഷനിലാണ് റെക്കോർഡിങ്. ഓക്കെ, ഇനി എങ്ങനെയാണ് റെക്കോർഡിങ്? ഇവിടെ നമ്മൾ ഈ ചാനൽ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പാടുന്ന കാര്യങ്ങളോ, ഒരു സിംഗറെ സംബന്ധിച്ചോളം അയാൾ പാടുകയായിരിക്കും. അപ്പോൾ ആ പാടുന്ന കാര്യങ്ങളോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതേപോലെ സംഭാഷണമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പറയുന്ന കാര്യം ഇവിടെ റെക്കോർഡിംഗ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് നോക്കാം. ഇത് നോക്കൂ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ വേവ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ പറയുന്നതിൻ്റെ ഓഡിയോയുടെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെ കാണിക്കും അതിൻ്റെ. അപ്പോൾ നമ്മുടെ വേവ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും. ഇവിടെയാണ് നിങ്ങൾക്കിത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നീക്കാനും മൂവ് ചെയ്യിക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെയാണുള്ളത്. ഓക്കെ, ഇനി ഇത് നമ്മുടെ കീബോർഡിൽ സ്പേസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലേ ആവുന്നതാണ്. നോക്കൂ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. അതല്ല, ഇവിടെ വ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മുടെ പറയുന്നതിൻ്റെ ഓഡിയോയുടെ ലെവൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവിടെ കാണിക്കും അതിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വോക്കൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വോക്കലിൽ ഒരുപാട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നടത്താം. ഇവിടെ ഡ്രോ ടൂളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ ടൂളുണ്ട്, സൂമിങ് ടൂളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഇതിൽ കൂടുതലൊന്നും പ്രത്യേകിച്ച് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം ഇതിലില്ല, കാരണം അത്രയും യൂസർ ഫ്രണ്ട്ലിയാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നമുക്ക് ഇപ്പം പാടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു ട്രാക്കിൻ്റെ കൂടെ, ഒരു കരോക്കയുടെ കൂടെ ആയിരിക്കും പാടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഫയലിൽ വരിക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ മെത്തേഡ് എന്ന് പറയുന്നത് ഫയൽ ഇമ്പോർട്ട് ഓഡിയോ, ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ മെത്തേഡ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതാണോ ഒരു സോങ് ആണെങ്കിൽ ആ സോങ് സെലക്ട് ചെയ്യുക, കരോക്കെ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ടാലും മതി, വരും. ഇതിന് മാക്സിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്യുക, ഡ്രൈവ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടാലും മതി, അത് ഇവിടെ വരും. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം നമ്മുടെ അദ്വൈത് എന്ന മൂവിയിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന സോങ്ങിൻ്റെ കരോക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെയാണ് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും നമ്മളൊരു വോക്കലിന് വേണ്ടി ഒരു ട്രാക്ക് ആഡ് ചെയ്യണം. അപ്പോൾ വീണ്ടും ട്രാക്കിൽ പോവുക, ആഡ് ന്യൂ കൊടുക്കുക, മോണോ ട്രാക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴെയായിട്ട് അതിൻ്റെ ഒരു ട്രാക്ക് ആഡ് ആയിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്ത് നോക്കാം. ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്യുക, നമ്മുടെ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ,
അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. ഓക്കെ, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് ടൈം എടുത്ത് നമുക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പാടേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഡെമോ പോലെ വളരെ പെട്ടെന്ന് തന്നെ പാടിയിട്ടുള്ളതാണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറച്ച് ഈ വേവ്സിൻ്റെ സിമ്പൽ ഇവിടെ നമ്മൾ പാടിയിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു വേവ്സിൻ്റെ ഒരു ചെറിയ സിമ്പിൾ കാണാം. ഇത് നമ്മൾ പരമാവധി റെക്കോർഡിങ് സമയത്ത് നമ്മുടെ റൂം സൈലൻ്റ് ആയിരിക്കണം, നമ്മുടെ ഫാന് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഇത് ഒന്നത് ഫാനിൻ്റെ മറ്റുള്ള സൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൻ്റെ വേവ്സ് ഒരുപാട്, അതായത് നമ്മുടെ ഈ റെക്കോർഡിങ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ഭയങ്കരമായിട്ടൊരു ചിലപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അത് നമ്മുടെ മൈക്കിൻ്റെ വോളിയം കുറച്ച് കൂടുതലായതുകൊണ്ടാണ് അത്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഇൻ്റർഫേസിൽ നമ്മുടെ മൈക്കിൻ്റെ വോളിയം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അത് റെക്കോർഡിങ് വോളിയം കുറയുന്നതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. ഞാനിപ്പം ഇത് കാണിക്കുന്നതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമാണ്. ഞാൻ ഇതിൽ കുറച്ച് വോളിയം കൂട്ടി വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് പറയുന്നതും അതുപോലെ തന്നെ പാടുന്നതും ഓഡിയോയുടെ എല്ലാ വോളിയം കൂടിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാടുന്ന സമയത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വോളിയം കൂട്ടി വെച്ചതാണ്. അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയുള്ള സമയത്ത് മാത്രമാണ്, അല്ലാത്ത സമയത്ത് ഞാൻ വോളിയം കുറച്ചിട്ട് ആണ് ചെയ്യാറ്. അപ്പം ഇതിന് പീക്ക് ലെവൽ എന്ന് പറയും. ഈ പീക്ക് ലെവൽ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ റെക്കോർഡിങ് ടൈമിൽ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മറ്റ് സെറ്റിങ്സ് ഉപയോഗിച്ച് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വേറൊരു ഇതിൻ്റെ ബാക്കി പോർഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ട്രാക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ പോർഷനിൽ ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ റെക്കോർഡിംഗ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ട്രാക്കിൽ ഇവിടെ റെക്കോർഡിംഗ് ആവുന്നതാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടിയും അഡ്വാൻസ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ ഇതിലെല്ലാം നിങ്ങൾക്ക് മറ്റുള്ള എഫക്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത സോഫ്റ്റ്വെയർ പരിചയപ്പെടുന്നത്. ആ സോഫ്റ്റ്വെയറാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. ഇത് ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു സോഫ്റ്റ്വെയറും അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും കാണാം. താങ്ക് യു സോ മച്ച്.